ഗുഡ് മോർണിംഗ്. രാവിലെ ഇപ്പം സമയം 4:15 ഞങ്ങളിത് പോകാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. ഞങ്ങൾ ഏറ്റപ്പോൾ ആദ്യക്കുട്ടനും കൂടെ എഴുന്നേറ്റിട്ടുണ്ട് ഒച്ച കേട്ടപ്പം. ഇനി ഞങ്ങൾ പോയി ബ്രഷൊക്കെ ചെയ്ത് കാപ്പിയൊക്കെ കുടിച്ചിട്ട് നേരെ പോകാൻ ഇറങ്ങാൻ തുടങ്ങുക. അപ്പം കാണാം. അപ്പം ഞങ്ങളിത് രാവിലെ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് പോകാൻ വേണ്ടി. ഇപ്പം സമയം 5 മണിയായിട്ടുണ്ട്. അപ്പോൾ അച്ഛനോടും അമ്മയോടും ഒക്കെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് നിൽക്കുവാണ്. അങ്ങനെ ദേണ്ട നമ്മൾ കാറ് കയറി പുതുപ്പള്ളി പള്ളിയുടെയൊക്കെ ഭാഗം എത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട് രാവിലെ ലൈറ്റെല്ലാം കാണാൻ. അപ്പോൾ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നത്, നമ്മളൊന്നും അറിഞ്ഞില്ല. അപ്പോൾ പുറത്തിറങ്ങിയപ്പോഴത്തേനുമാണ് മൊത്തം നനഞ്ഞൊക്കെ കിടക്കുന്നു. ആദ്യകുട്ടനാണെ നല്ല ഉറക്ക ക്ഷീണത്തിരിക്കുവാണ്. അവൻ ഞങ്ങൾ എഴുന്നേറ്റ കൂടെ എഴുന്നേറ്റായിരുന്നു 4:15 അപ്പം അവനവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങി ഉറങ്ങി. അപ്പം അവൻ ഉറങ്ങിയപ്പോഴത്തേനും എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. നമ്മൾ ഈ രാവിലെ കേൾക്കുന്ന സമയം എനിക്കിതുപോലെ ഭയങ്കര വിശപ്പാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ 10 മണി വരെ വേണേലും രാവിലെ കഴിക്കാതിരിക്കുന്നതാണ്. അപ്പം ആദ്യക്കുട്ടൻ കയ്യിൽ കപ്പ് കേക്കും ഒക്കെ വേണമെന്ന് പറഞ്ഞ് അവൻ്റെ ബാഗിലെടുത്ത് വെപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതേതായാലും നന്നായി, എനിക്ക് രാവിലെ ഉപകാരമായി. അപ്പം ഞാനിരുന്ന് കുറച്ച് കപ്പ് കേക്കും അവൻ്റെ ഉപ്പേരിയൊക്കെ കഴിച്ചു. അപ്പം നമ്മൾ ലഗേജ് വെച്ച് വന്നപ്പോൾ ഉണ്ടല്ലോ നിറച്ച് സാധനം ഉണ്ടായിരുന്നു. ഡിക്കി കൊള്ളുന്നതിനേക്കാട്ടിലും ഉണ്ടെന്ന് തോന്നി. അപ്പം പിന്നെ നമ്മൾ കുറച്ചെടുത്ത് ഞാനും ആദ്യക്കുട്ടനും ഇരിക്കുന്ന സീറ്റിൻ്റെ സൈഡിലൊക്കെ അങ്ങ് വെച്ചു. അതുകൊണ്ട് ആദ്യക്കുട്ടൻ ശരിക്കും കിടക്കാൻ പറ്റുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്താണ് കിടക്കുന്നത്. എന്നാലും പിള്ളേർക്ക് കിടക്കാമല്ലോ. അങ്ങനെ നമ്മൾ കുതിരാൻ തുരങ്കത്തിലോട്ട് കയറാൻ പോവുകയാണേ. ഇവിടെ വരുമ്പോഴത്തേനും എല്ലാ പ്രാവശ്യം നമുക്ക് ഓർക്കാനും പറയാനും ഒക്കെ ഒരു കാര്യമുണ്ട്. എന്നു വെച്ചാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈം ഒന്ന് ബാംഗ്ലൂർക്ക് പോയപ്പം ആ ഒരു ടൈമിലായിരുന്നു ഈ തുരങ്കം പണിതുകൊണ്ടിരുന്നത്. അപ്പം നമുക്കൊരു 2-2.5 മണിക്കൂർ മിച്ചം ഇവിടെ ബ്ലോക്കിൽ പെട്ട് കിടക്കേണ്ട ഒരു അവസ്ഥ അന്ന് ഉണ്ടായിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഒന്ന് ഫസ്റ്റ് ടൈം പോവാ ബാംഗ്ലൂർക്ക്. അപ്പം ബ്ലോക്കിൽ പെട്ട് ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു എന്തോ പോലായിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനെ ലോങ് പോകുന്നതും ഇങ്ങനെ ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നതും ഒക്കെ. അപ്പം ഞങ്ങൾക്ക് ഇപ്പോഴും എല്ലാ പ്രാവശ്യം ഇതിലേ വരുമ്പോഴത്തേനും ആ കാര്യമുണ്ട് പറയാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഇവർ പെട്ടെന്ന് പണി തീർത്തെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഇവർ പണിത് വെച്ചേക്കുന്നതല്ലേ. എനിക്ക് നമ്മുടെ നാട്ടിൽ വേറെങ്ങും ഇങ്ങനെ തുരങ്കമൊന്നും ഇല്ലെന്ന് തോന്നുന്നു, ഇത് മാത്രമുള്ളെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബാംഗ്ലൂർ പലയിടത്തും ഉണ്ട് കേട്ടോ ഇതുപോലെ തുരങ്കം. ഇത്രയും വലിയതൊന്നും അല്ല, എന്നാലും ഉണ്ട്, പലയിടത്തും ഉണ്ട് ഇങ്ങനെ. അങ്ങനെ എന്തായാലും നമ്മളിതേ തുരങ്കത്തിൽ നിന്ന് പുറത്ത് ചാടി നേരെ മലബാർ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്, അത് ഇതിനടുത്തല്ല, കുറച്ചുകൂടെ ദൂരം പോകണം. അങ്ങനെ നമ്മൾ എല്ലാ പ്രാവശ്യവും ഇവിടെ ആട്ടോ കയറുന്നത്. അപ്പം നേരെ വന്ന് അവിടെ കയറിയിട്ടുണ്ട്. ഏതായാലും എനിക്കാണെങ്കിൽ വിശന്ന് കണ്ണ് കാണാൻ മേലാതിരിക്കുവാണ്. രാവിലെ ഏറ്റവും ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഏതായാലും നമ്മൾ കഴിക്കാൻ കയറി. ചായ വേണം, കോഫി അല്ലേ ഇത്? പാലക്കാട് മലബാർ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചു. മസാല ദോശ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. മസാല ദോശ പിന്നെ ഒപ്പിക്കുക, കോഫി കൊള്ളത്തേ ഇല്ലായിരുന്നു. എന്നാലും അതൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് കയറിയിട്ടുണ്ട്. ഞങ്ങളാ കുടിച്ചത് കോഫിയാണോ ടീ ആണോ എന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്ക് ഒരു 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 ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കാര്യം എല്ലാ പ്രാവശ്യം അവിടെ നിന്നായിരുന്നു കയറി ഫുഡ് കഴിക്കുന്നത്, നല്ല ഫുഡായിരുന്നു. ഇപ്രാവശ്യം എന്തോ എനിക്ക് ദോശയും വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ദോശ പിന്നെ ഓക്കെ, അത് കോഫി ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. എനിക്കത് കോഫിയാണോ ടീ ആണോ എന്ന് പോലും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കും ആദ്യക്കൊണ്ടിനും വേണമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു സ്ലൈസ് ജ്യൂസ് മേടിച്ച് കൈ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അത് ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് പോകുന്ന വഴിക്ക് എല്ലാ പ്രാവശ്യം മേടിക്കുന്നതാണ്. അഴുക്കാന്നൊക്കെയാണ് പറയുന്നത്, എന്നാലും എൻ്റെ ആദ്യക്കുട്ടിൻ്റെ ഫേവററ്റ് കേട്ടോ. അപ്പം ഞങ്ങൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കും. ആദ്യക്കുട്ടൻ കയറിയപ്പോൾ തൊട്ട് അത് തരാനാണ് പറയുന്നത്. അപ്പം ആദ്യക്കുട്ടിയുടെ കയ്യിലിരിക്കുന്നത് കടയിലെ ഫുഡിൻ്റെ ബില്ലാണ് കേട്ടോ. ഏത് കടയിൽ കയറിയാലും എന്നെ പേപ്പർ കിട്ടിയാലും പിന്നെ അത് കളയത്തില്ല, സൂക്ഷിച്ച് പിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഞാനും ആദ്യക്കുട്ടനും ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ പോവുകയാണ്. നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ഇരിപ്പുണ്ട്, ഇഷ്ടംപോലെ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാലും ഇങ്ങനത്തെ ജ്യൂസൊക്കെ കാണുമ്പോൾ കുടിക്കത്തില്ലാത്തവരായിട്ട് ആരാ ഉള്ളതല്ലേ. അങ്ങനെ നമ്മൾ സേലം എത്തിയിട്ടുണ്ട് കേട്ടോ. സേലം എത്തിയപ്പോൾ നിറച്ചുണ്ടല്ലോ മാങ്ങയുടെ കടകൾ, മാങ്ങാപ്പഴത്തിൻ്റെ കടകളാട്ടോ ഇവിടെ മൊത്തം. ആയിക്കുട്ടി ഇങ്ങോട്ട് നോക്കി.
നോക്കാന്ന് ബാക്ക്ഗ്രൗണ്ട് എന്താ കാണുന്നേ? ലോറികളെ വാച്ച് ചെയ്യുക. ഈ റോഡിലത്തെ കേക്കത്തില്ല. രണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഓക്കെ ഇവരുടെ ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ലോറിയെ ആദ്യക്കൂട്ടം മുടിയൊക്കെ വെട്ടി സെറ്റ് ആയിട്ടാ ബാംഗ്ലൂർക്ക് പോകുന്നത്. ഒട്ടക്കുട്ടിയായി. ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല, ഇനി ഫുഡ് കഴിക്കാൻ കയറണം. അപ്പൊ ഇത് അച്ഛനാ കേട്ടോ വീഡിയോ കോൾ വിളിക്കുന്നേ. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്നൊക്കെ എല്ലാരും മാറി മാറി വിളിക്കുന്നുണ്ട്, നമ്മൾ എവിടെ ആയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സമയം 2:50 ആയിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെ ഫുഡ് കഴിച്ചില്ല, നമുക്ക് ആർക്കും വിശക്കുന്നില്ലേ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് 1 മണിക്കൂറൂടെ ഉള്ളൂ. 1 മണിക്കൂർ ഇല്ല അല്ലേ, 53 മിനിറ്റ് കൂടെ ഉള്ളു വീട്ടിലോട്ട്. അപ്പം ഇനിയിപ്പോ ചെന്നിട്ട് ഞങ്ങള് സ്ഥിരം കഴിക്കുന്ന റെസ്റ്റോറന്റ് ഉണ്ട്, അപ്പൊ അവിടെ നിന്ന് കഴിക്കാന്ന് ഓർത്തോണ്ട് ഞങ്ങള് പോവാ. ആദ്യക്കൊണ്ടൊന്നും വിശക്കുന്നേ ഇല്ല, ഇവിടെ കിടപ്പുണ്ട് അതി. അപ്പൊ ഞങ്ങൾ ഇനി അവിടെ ചെന്നിട്ട് കഴിക്കാന്നുള്ള പ്ലാനില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ ദേ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ബാംഗ്ലൂർ ജസ്റ്റ് കേറിയിട്ടുണ്ട്. നല്ല ബ്ലോക്കാ കേറിയപ്പോ തന്നെ. ഏതോ സിഗ്നലിന്റെ ആണോന്നൊരു സംശയമുണ്ട്. സിഗ്നൽ ആണോ ബ്ലോക്ക് ആണോ? ഇത് സിഗ്നൽ ആണോ? എന്താണേലും നല്ല തിരക്കുണ്ട്. ഇനിയിപ്പോ ഞങ്ങക്ക് ഇവിടുന്ന് 20 മിനിറ്റ് കൂടെ ഉള്ളു ദൂരം. സമാധാനം എത്തി. അങ്ങനെ അടുത്ത ആദ്യക്കൂട്ടാ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ടേ. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഫ്ലാറ്റിലെത്തി കേട്ടോ. ഞങ്ങളുടെ സാധനം ഇരിക്കുന്ന മൊത്തം ഇത് മൊത്തം ലിഫ്റ്റേ കയറ്റി മുകളിലെത്തിക്കണം. അതൊരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. വരുന്ന വഴി ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അതിപ്പോൾ വരും. നേരെ പോയി ഇതൊക്കെ എടുത്ത് വെക്കണം, ഫുഡ് കഴിക്കണം. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.